ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കു കൂടെയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്, ബർത്ത്ഡേ. നാളല്ല, ഡേറ്റ് ഓഫ് ബർത്താണ്. അപ്പോൾ ആൾ ഭയങ്കര സിമ്പിളായിട്ടൊരു പേഴ്സണാണ്. ലൈക്ക് ഇങ്ങനെ നല്ല എന്താ പറയുക, ഭയങ്കര ഹൈഫൈയിൽ നടക്കുന്ന ആളൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ അത്യാവശ്യം ടൈം ഒരു 8 o'clock ഒക്കെ ആവും. കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പോൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു. ഷർട്ടൊക്കെ ഞാൻ ഇപ്പോൾ ഫാദേഴ്സ് ഡേക്ക് എടുത്തു കൊടുത്തു. 2 ദിവസം മുന്നായിരുന്നു ഫാദേഴ്സ് ഡേ. അപ്പോൾ അത് എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് പോകുമ്പോൾ ഞാൻ ഫുഡ് പുറമെന്ന് ഓർഡർ ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് അത് പിക്ക് ചെയ്യും, എന്നിട്ട് ആൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചെങ്കിൽ എന്ന് വെച്ചാൽ കേക്കൊക്കെ മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്താ വെച്ചാൽ രാവിലെ തന്നെയാണ് എൻ്റെ ഇപ്പോൾ ആൾക്കറിയാം, ഞങ്ങൾക്കറിയാം ആളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ആളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കേക്ക് മേടിക്കും. ആൾക്കറിയാം, മീൻസ് നമുക്ക് മനസ്സിലാവും മേടിക്കും നല്ല രീതിയിൽ. എനിക്ക് മനസ്സിലാവില്ല വർത്താനത്തിൽ നമ്മൾ കേക്ക് മേടിക്കേണ്ടതെന്ന് ആൾക്കറിയാം. അപ്പോൾ പിന്നെ അത് സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പോണ വഴിക്ക് കുറച്ച് നല്ല ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് അച്ഛനൊരു ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ സർപ്രൈസ് പോലെ, ഗിഫ്റ്റ് അല്ല സർപ്രൈസ് പോലെ കൊടുക്കാമെന്ന്. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് സ്വിച്ച് എന്തെങ്കിലും മേടിക്കാണ്ടിരിക്കുകയില്ല. അമ്മാനിച്ചനും മരുമോന്ന് പറഞ്ഞാൽ ഭയങ്കര കണക്ഷൻ അവർ തമ്മിൽ. അപ്പോൾ സൂചി എന്തായാലും ആൾക്ക് ആവശ്യമുള്ള സമയം സൂചി നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ സൂചി എന്തായാലും മേടിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വീട്ടിലെത്തുമ്പോൾ അറിയാം എന്താ മേടിച്ചു കൊടുത്തിരിക്കണേന്ന്. കുറച്ച് തിരക്കായിരുന്നു ജോലി സ്ഥലത്ത്, അപ്പോൾ എനിക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പണി കഴിഞ്ഞ് ഇനി 1 മണിക്കൂറിൽ ഇറങ്ങും. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞപ്പോൾ മീൻസ് എൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ചിക്കുൻ്റെ സ്കൂളിൽ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ചിക്കു അമ്മയുടെ ഫോണായിട്ടാണ് പോയിരിക്കാൻ തോന്നുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഫോണിൽ വൈഫൈ മാത്രം കണക്റ്റ് ആവുള്ളൂ എന്ന് വെച്ചാൽ അവർ നാട്ടിൽ നിന്ന് വന്നല്ലോ. അപ്പോൾ നമുക്ക് വൈഫൈയിൽ മാത്രം കോൾ ചെയ്യാൻ വാട്സപ്പ് കോൾ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്, അതാണ് എനിക്ക് വിളിക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഒരു സർപ്രൈസ് കൂടെ എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത് കുറച്ച് പണി കൂടിയുണ്ട്, അതുകൂടി അപ്പോൾ ഞാൻ ചെയ്ത് തീർക്കട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ എൻ്റെ എല്ലാം വീഡിയോസ് കുറവുകളൊക്കെ ഉണ്ടാവും, ഇല്ല എന്നല്ല. ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ പരമാവധി നോക്കുന്നുണ്ട്. നന്നായിട്ട് സപ്പോർട്ട് വേണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്നൊരു ഹൈക്ക് വന്നപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് തന്നൊരു മൊമെൻ്റ് എന്ന് പറയാം. എന്താ വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 100 സബ്സ്ക്രൈബേഴ്സ് തന്നെ ആവാൻ എത്ര എന്താ പറയുക, കുറേ ആൾക്കാരോട് നമ്മളെ ഫ്രണ്ട്സ് അവരവരോടൊക്കെ കൂടിയിട്ടാണ്. പിന്നെ എന്ന് പറയുന്നത് പിന്നെയാണ് ഞാൻ ഇപ്പോൾ ഒരു 2 monthsനുള്ളിലാണെന്ന് തോന്നുന്നു അത് 1Kൻ്റെ മുകളിലായപ്പോൾ ലിറ്ററലി ഹാപ്പിയാണ്. ആൻഡ് താങ്ക്സ് ടു ദോസ് പീപ്പിൾ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവരോട് വളരെ നന്ദി. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടും സന്തോഷം തന്നെയാണ്. അതുപോലെ സപ്പോർട്ട് തന്നെ മുന്നോട്ടും ഉണ്ടാവണം എന്ന് വിചാരിക്കുക. ബിക്കോസ് ദിസ് സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ഒന്ന് ചെയ്യാൻ തോന്നുന്നത്. ഇപ്പം ഞാനത് വെറുതെ പറയുന്നില്ല, ചില ടൈമിൽ ഞാൻ ഡൗൺ ആവാണ്, എനിക്ക് സോ വ്യൂസ് ഇല്ലല്ലോ, വേണോ ആവശ്യമില്ല. പക്ഷേ അതേപോലെ തന്നെ വേറെ രീതിക്ക് നല്ല വ്യൂസ് ഇട്ടാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഉണ്ടാക്കാനുള്ളൊരു പോസിറ്റീവ് തോട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിപ്പിക്കും. ഇത് വേറൊരു മാനേജറാണ്, ഇവിടെ ഭയങ്കര റിപ്പയർ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ. അപ്പോൾ അതിലെല്ലാവരും ബിസിയാണ്. സോ ഹിസ് നെയിം ഈസ് സെവൻ. ഹി ഈസ് ഓൾസോ ഫ്രം കേരള, റൈറ്റ് സെവൻ? എവിടെ നാട്ടിൽ? കൊല്ലം, കോട്ടയം, ചങ്ങനാശ്ശേരി, ഓൾ ഓവർ കേരള. നിൽക്കാത്ത സ്ഥലമോ അങ്ങനെ അല്ല, ബേസിക്കലി ഫ്രം കൊല്ലം, ഒറിജിനലി ഫ്രം സൗത്ത്. ഫുൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അപ്പോൾ ആൾ കൊല്ലമാണ്, ബട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ സൗദി അറേബ്യ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങളിവിടെ മാനേജേഴ്സ് 3 പേരും മലയാളിയാണ്. അതൊരു എന്താ പറയുക, വലിയൊരു സംഭവമാണ്. എനിക്കെന്താ വെച്ചാൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്. ഞാൻ എന്നേക്കാൾ മുന്നേ വന്നതാണ്. അപ്പോൾ ഇവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ 3 പേരും മലയാളീസ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭഗവാനെ ഇങ്ങനെ തന്നെ വോട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങായി. ഇന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന ആളതാ ഈ കുട്ടിയാണ്. ഞാൻ സുജിനെ വിളിച്ചില്ല, സുജി നൈറ്റ് ഷിഫ്റ്റ്, അപ്പോൾ ഉറങ്ങായിരിക്കും. അപ്പോൾ കുട്ടി എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ നോക്കാം.
പോണ വഴിക്ക് എനിക്കൊരു ഞാൻ പറഞ്ഞ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറണം. അവിടെ പിക്കപ്പ് ഉണ്ട്, അതെടുക്കണം. മോർണിംഗ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇറങ്ങി എന്താ പാർക്കിംഗ് പ്ലോട്ടിൽ ആണ്. ഇവിടെയാണ് നമുക്കിങ്ങനെ ഹ്യൂജ് ഒരു ഗ്രൗണ്ട് പോലെയാണ് പാർക്കിംഗ് പ്ലോട്ട് ഉള്ളത്. അപ്പോൾ എല്ലാ സെക്ഷനും കമ്പനിയുന്നുണ്ട്. നമുക്ക് ഓരോരോ അതിൽ എന്താ പറയുക ഓരോരോ സ്ഥാപനത്തിന് ഓരോരോ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ലൈക്ക് എല്ലാവർക്കുള്ള പാർക്കിംഗ് പ്ലോട്ടാണ്. അപ്പോൾ ഒരാളുടെ കാറാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു ഗ്രൗണ്ട് പോലെയാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് കയറാം. ഞാൻ ചോദിച്ചാൽ കുട്ടിയോട് വീഡിയോ എടുത്തൊരു കുഴപ്പമില്ലല്ലോ ഒന്ന്. ഇവിടെ കുറേ ചിലർക്ക് ഭയങ്കര നിബന്ധനകൾ, വീഡിയോ എടുക്കാൻ പാടില്ല, അവരാരും വീഡിയോസ് വരാൻ പാടില്ല, എന്തൊക്കെയോ ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. Yes, Emma. You're okay with taking videos, right? Yes. So, yeah, she told me she's okay. Yes. So, what is this? 2022? Yeah, it's from my grad cap. Like when I graduated. Oh, yeah. So you graduated in 2022? Yeah. Oh, okay. Yeah. അപ്പോൾ ഞങ്ങൾ എത്തി. അപ്പോൾ ഞാൻ എന്താ ഇവിടുത്തെ റോയൽ ഹലാൽ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ഇങ്ങനെ മേടിക്കുന്നൊന്നും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചാൽ ഞാൻ തന്നെയാണല്ലോ വീഡിയോ എടുക്കുന്നത്. അതൊക്കെ അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്താ അമ്മ എൻ്റെ കൂടെ വരുന്നത്. എൻ്റെ ആൾക്കും ഇന്ത്യൻ ഫുഡ്. യു ലൈക്ക് ഇന്ത്യൻ ഫുഡ് റൈറ്റ്? യാ ഷീ ലൈക്സ് ഇന്ത്യൻ ഫുഡ് സ്പൈസി. അപ്പോൾ നമുക്ക് ഹായ് പിക്കപ്പ് ഫോർ ശിൽപ. People make money off of it, don't they? Yeah, really, but not me. Yeah. Because for that it should be monetization. Yeah. Guys, അപ്പോൾ ഞങ്ങൾ മേടിച്ച് വന്നിട്ടുണ്ട്. പാക്ക് ഇങ്ങനെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. You're staying in Glazeway, right? Not here, right? Glazeway. So she stays directly opposite to this place, but still she is coming and dropping me. So a big thanks. But വേറൊരു സൈഡിലാണ് താമസിക്കുന്നത്. ഞാൻ ഈ സൈഡാണ്. ലൈക്ക് എൻ്റെ വീട് ജോലി സ്ഥലത്ത് കുറച്ച് ദൂരമുള്ളൂ. കുട്ടി കുറച്ച് പോകാനുണ്ട്. അതാണ് എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് എഫർട്ട് എടുത്തതിന് റിയലി താങ്ക്സ് അല്ലേ. Emma, thank you. Welcome. You want to say something? Hi guys. Melody is coming up. See her expression. My house will be, I think it will be messed up. My daughter. Okay. I have to babysit. അവനെ കൊണ്ടാക്കിയിട്ട് ആള് പോയി. ചിക്കുമണി, that is something special from me. Are you happy? Yes. I brought something for you. അതൊക്കെ എന്തിട്ടാണ്? Taste and say. വീട് കുറച്ച് കച്ചറ ഇരിക്കുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം. അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ. Thank you. ചിക്കുനൊരു ഡ്രിങ്ക്. മറ്റേ അമ്മാച്ചില്ലേ സ്റ്റാർബക്സ് അതിൻ്റെ ഉണ്ട്. ഇത് മാംഗോ ഫ്രോസൺ എന്ന് പറഞ്ഞിട്ടാ പുതിയതെന്തോ. ചിക്കു വന്നിക്ക്. അതല്ല. ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday to you. Happy birthday, my dear Acha. Happy birthday. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിൽ കേക്കൊക്കെ മുറിച്ച് ഇതാ മേടിച്ച ഫുഡ് എല്ലാവരും കഴിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ച് ചെറിയ രീതിയിലുള്ള ആഘോഷമായിരുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. ബൈ.